ഹായ്, വെൽക്കം ടു നീഡിൽ ആൻഡ് ബ്ലോസം. അപ്പോൾ നമുക്കിന്നിതാ ഇതുപോലെ ഒരു അടിപൊളി ഒരു 3D ഫ്ലവർ എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതേ പോയിന്റിൽ തന്നെ വീണ്ടും നമ്മളിതാ സൂചി ഇതുപോലെ ഇങ്ങനെ കുത്തി നിർത്തി നമ്മളിതാ ഒരു ക്യാൻഡി സ്റ്റിക്ക് എടുത്ത് അത് സൂചിയിൽ ഇതാ ഇതുപോലെ ഫിറ്റാക്കി ഇതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പം നമുക്ക് ഫ്ലവറിന് എത്ര വേണ്ടതനുസരിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റുമ്പോൾ എത്ര ചുറ്റുന്നു എന്നത് നമ്മൾ എണ്ണിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇതാ ഇതുപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഏകദേശം നമ്മളെ വലിപ്പത്തിനനുസരിച്ച് ആവുമ്പോൾ നമ്മൾ ആ ക്യാൻഡി സ്റ്റിക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റി ഇതാ സൂചി നമ്മൾ ഇതുപോലെ വലിച്ചെടുത്ത് ടൈറ്റാക്കി കൊടുക്കുക. ഇതാ ഇതുപോലെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കുമ്പോൾ ഇതാ ഇതുപോലെ നമുക്കൊരു പെറ്റൽ ഇവിടെ റെഡിയായി കിട്ടും. ഇതാ ഇതുപോലെ നമ്മൾ ഒരു പെറ്റൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് തൊട്ടടുത്ത് തന്നെ ഇതുപോലെ സൂചി വീണ്ടും കുത്തിയെടുത്ത് നേരത്തെ ചെയ്ത ഇതേപോലെ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഇതാ സൂചി ഇതുപോലെ കുത്തി വെച്ച് സൂചിയിൽ ക്യാൻഡി സ്റ്റിക്ക് കയറ്റി നമ്മൾ നേരത്തെ എത്ര പ്രാവശ്യമാണോ ചുറ്റിയെടുത്തത് അതേ പ്രാവശ്യം തന്നെ വീണ്ടും നമ്മൾ ത്രെഡ് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻഡി സ്റ്റിക്ക് നീഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നേരത്തെ ചെയ്ത പോലെ ത്രെഡ് ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ ആ സെയിം പോയിന്റിൽ തന്നെ സൂചി താഴേക്ക് കുത്തിയിറക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ ഇതുപോലെ ഒരു പെറ്റലും കൂടെ ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ നമ്മൾ ഒരു പെറ്റലും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡ്സ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ബീഡ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സൂചിയിൽ നമ്മുടെ സൂയിങ് ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലൂടെ പുറത്തെടുത്തിട്ട് അതിലൊരു പേളോ ബീഡോ നിങ്ങളടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മളിതാ ഇതിൻ്റെ സെൻറ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ നമ്മളിതാ പേളിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് കോർത്തെടുത്ത് നല്ല ടൈറ്റായിട്ട് ബാക്കിൽ നമ്മൾ കെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഈ മോട്ടിഫിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മോട്ടിഫ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.